അതാ നോക്കൂ, ജ്യേഷ്ഠൻ എത്തിക്കഴിഞ്ഞു. മിത്രമേ, എന്താണ് സംഭവിച്ചത്? ഒന്നുമില്ല, വേറെ മാർഗത്തിലൂടെ വന്നു. കാലന്റെ ജന്മമാണവൻ. നാഗദേവന്റെ കണ്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടു കളഞ്ഞു. തളർന്നു പോകരുത് അനുജ. അനുഗ്രഹാശിസുകൾക്കായി നവദമ്പതികൾ ഇന്ന് രാജാങ്കണത്തിലേക്ക് പ്രവേശിക്കുമല്ലോ. അവിടെ ഗന്നാറെഡ്ഡിയുടെ പേരിൽ നമ്മുടെ ആൾക്കാരാണ് ഉള്ളത്. അവരുടെ കൈകൾ കൊണ്ട് അവൻ വധിക്കപ്പെടും. അങ്ങ് രാജഗജ കേസരിയാണെന്ന് കൊള്ളത്തലവൻ ഗോന ഗന്നാറെഡ്ഡി അങ്ങയ്ക്കുള്ള വിവാഹ സമ്മാനമായി ഈ ഗജത്തിന്റെ പ്രതിമ നൽകി അറിയിച്ചിരിക്കുകയാണ്. പദ്ധതി നമ്മുടേത്. പഴി ഗോന ഗന്നാറെഡ്ഡിക്ക്. ഇന്നത്തോടെ ഈ രാജകുടുംബത്തിന്റെ അന്ത്യം സംഭവിക്കും. എവിടെയോ ഇരുന്നു കൊണ്ട് സമ്മാനം അയച്ചു തരുന്നവനല്ല ഞാൻ. കൊടുങ്കാറ്റ് വരുന്ന പോലെയാണ് ഞാൻ. അവിടെയും ഉണ്ടാകും, ഇവിടെയും ഉണ്ടാകും. ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ ഞാൻ നിന്നെയൊക്കെ പോലെ ഭീരുവാണെന്ന് കരുതിയോടാ, അതോ നാണമില്ലാത്തവനാണെന്നോ? എന്നായാലും രുദ്രദേവനുമായുള്ള എന്റെ യുദ്ധം നേർക്ക് നേരാണ്. ഇവിടെ നടക്കുന്നത് ഒരു ശുഭകാര്യമാണ്. തീർത്ഥവും ചന്ദനവുമാണ് തളിക്കേണ്ടത്, രക്തമല്ല. അതുകൊണ്ട് മാത്രം നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുന്നു. വയ്ക്കോ. പിന്നെ ഇനി ഒരിക്കൽ കൂടെ ഗന്നാറെഡ്ഡിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെയൊക്കെ ചങ്ക് പിഴുതെടുത്ത് വീടിന്റെ ഉമ്മറത്ത് കെട്ടി തൂക്കും ഞാൻ. ചാലുക്യ, സൈനികർക്ക് ആജ്ഞ പുറപ്പെടുവിക്കൂ. ആ ഗന്നാറെഡ്ഡി കോട്ട കടന്ന് പുറത്തു പോകാൻ പാടില്ല.